ഹായ് നമസ്കാരം എല്ലാവർക്കും ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. കാരണം ഞാനിപ്പോൾ നാട്ടിൽ വെക്കേഷന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിവിടെ നാട്ടിൽ വന്നിട്ടുള്ളത് നാട്ടിലെ മലപ്പുറത്താണ്. മലപ്പുറം താനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. ഇപ്പം ഞാൻ താനൂരിലാണുള്ളത്. എൻ്റെ വീട് വയനാട്ടിലാണ്. സുൽത്താൻ ബത്തേരിയിലാണ് എൻ്റെ വീടുള്ളത്. ഞാൻ വന്ന് അവിടേക്ക് ഒന്ന് പോയി വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് വീഡിയോ ഇടാൻ, കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനൊരു കുഞ്ഞ് വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഒരു നൈറ്റിയിൽ നമ്മൾ നൈറ്റി വാങ്ങിക്കാറുണ്ട്, എല്ലാവരും നൈറ്റി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നൈറ്റി വാങ്ങിക്കുമ്പോൾ ചില നൈറ്റികൾക്ക് കൈ എക്സ്ട്രാ ഉണ്ടാവും. ഇതേപോലെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടാവും കൂടുതലായിട്ട്. ഒരു കൈ അത് ചില ആൾക്കാർക്ക് നീളമുള്ള കൈ വേണ്ടി വരും, ചില ആൾക്കാർക്ക് നീളം കുറഞ്ഞ കൈ. അപ്പോൾ അതിനനുസരിച്ച് അഴിച്ചെടുക്കാൻ പാകത്തിനായിരിക്കും അതിലവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെയുള്ള കൈ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ അഴിച്ചെടുത്ത കൈ വെച്ചിട്ട് സാധാരണ ഇങ്ങനെ അഴിച്ചെടുക്കുന്ന കൈ നമ്മൾ കളയാറാണ് പതിവ്. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു ബോ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ട് ഒരു ബോ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു കൈ അഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട ഇങ്ങനെ ഒരു ബോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നൈറ്റിയിൽ തന്നെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കുട്ടികളുടെ ഉടുപ്പിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മെഷീൻ വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് മടക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇതിൽ 2 പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഈ 2 പീസും വേറെ വേറെ ആക്കി എടുക്കാം. ഇങ്ങനെ ഒരു പീസും ഉണ്ട്. ഒരു നൂലിങ്ങോട്ട് വലിച്ചാൽ ഇതിങ്ങോട്ട് കിട്ടും. ഒറ്റ നൂലിൻ്റെ സ്റ്റിച്ചാണ് അവർ ചെയ്ത് വയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് അതായത് അഴിച്ചെടുക്കേണ്ടവർക്ക് വേഗത്തിൽ അഴിച്ചെടുക്കാം. എന്നിട്ട് എന്താ ഈ ഒരു പീസിൽ ഇപ്പോൾ 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസ് ഞാനിങ്ങനെ മടക്കി ചെറിയ രീതിയിൽ നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് കട്ടിങ്ങുള്ള ഭാഗമില്ലേ അതൊന്ന് ഉള്ളിലേക്കായി കിട്ടിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ 2 ഭാഗം ഇങ്ങനെ മടക്കി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കി പകുതിയിൽ വെച്ചിട്ട് മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ പകുതിയിൽ വെച്ച് മടക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കി നമുക്ക് കറക്റ്റാക്കിയിട്ട് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. കുറച്ചും കൂടി ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ അറ്റം പുറത്ത് കാണണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഇത്രയും നീണ്ടു നിൽക്കുമ്പോൾ ചിലപ്പോൾ ബാക്കിലൂടെ കണ്ടുവന്നില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ചെറിയ ഞെറിയായിട്ട് ഇങ്ങനെ എടുക്കുക. കുഞ്ഞു കുഞ്ഞു ഞെറികളായിട്ട് ഇങ്ങനെ എടുക്കുക. കണ്ടോ, ഇതുപോലെ എടുത്തു. ഇങ്ങനെ ഞെറിയായിട്ട് എടുത്തു. ഒന്നുകൂടെ വേണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ മടക്കി അപ്പുറം ഇപ്പുറം മടക്കി ഒന്നിങ്ങനെ മടക്കി എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടും മടക്കി ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇതിനെ തിരിച്ചിടണം. ഇത് തിരിച്ചിട്ടിട്ട് നമ്മളിത് ചെറിയ ഞെറികളായിട്ട് നമ്മൾ മടക്കി ഇങ്ങനെ 2, 3, 4 ഇങ്ങനെ മടക്കിയെടുത്തു. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കിയെടുക്കുകയാണ്. പിന്നെ ഇതില്ലേ ഇതിനെ നമ്മളിവിടെ വയ്ക്കാം. ഇത് ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഈ 2ാമത്തെ പീസില്ലേ അതാണ് ഇത്. ഇങ്ങനെ മടക്കി പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് മടക്കി എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി കൈ കൊണ്ട്. അപ്പോൾ ശരിക്കും അമർന്നു. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഇത് സ്റ്റിച്ച് ചെയ്യാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ കിട്ടും. ഇങ്ങനെ പകുതിയിലാക്കിയെടുത്തു നമ്മളിത്.
ഇത് നമ്മളിങ്ങനെ മടക്കി വെച്ചിട്ടില്ലേ, ഈ മടക്കി വെച്ചിട്ടുള്ളത് നമ്മളിങ്ങനെ ഞെറിയായിട്ട് ഫ്രില്ലിട്ടിട്ട് എടുക്കുക. ഇങ്ങനെ എടുത്തു, കണ്ടോ? ഇനി ഈ മടക്കി വെച്ചിട്ടുള്ളത് ഇതിലേ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇടുക. ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഇതൊരു കെട്ടിട്ട് ഇങ്ങനെ കെട്ടി ഇങ്ങനെ എടുക്കുക. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു പൂ നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നതാൽ അത് കുറച്ചുകൂടെ വൃത്തിയുണ്ടാവും. ഞാൻ സ്റ്റിച്ച് ചെയ്യാതെ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്കിത് നൈറ്റീൻ്റെ മേലെയൊക്കെ വെച്ച് കൊടുക്കാം. നമ്മൾ ഉള്ള നൈറ്റിയില്ലേ, നമ്മളിത് വാങ്ങിയിട്ടുള്ള നൈറ്റി ഏതിൻ്റെ കൈയാണോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം. കണ്ടോ, 2 ബോ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ കെട്ടുന്ന ഈ ഭാഗം ബാക്കിലേക്ക്, ഈ ഭാഗം ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വെക്കാം. 2 ബോ. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നൈറ്റിയിൽ തന്നെ ഇതാണ് നൈറ്റി. ഇതിൻ്റെ ഫ്രണ്ട് പീസ്, ഫ്രണ്ട് പോർഷനിൽ നമുക്കിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ബോ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ കഴുത്തിൽ വേണമെങ്കിൽ കഴുത്തിൽ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ നമുക്കൊരു പീസ് വെച്ചിട്ട് നമുക്കൊരു ചെറിയ ഒരു ബട്ടർഫ്ലൈ പോലെയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. കണ്ടോ, അതിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 2 ബോ ഉണ്ടാക്കി. അത് നമ്മളെ നൈറ്റിയുടെ കൈ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ